പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പ്രാവശ്യവും കൂടെ കർത്താവിൻ്റെ ചിറകിൻ മറവിൽ ലോകമെങ്ങും നമുക്കെല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ കർത്താവ് ഇടയാക്കിയ മഹാദയക്കായിട്ട് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇന്നെൻ്റെ ഉള്ളിൽ രാവിലെ അണ്ണതമിങ്സ് വരുമ്പം കർത്താവ് ഇന്ന് ഏത് പാട്ടാണ് പാടണ്ടേ, ഏത് പാട്ടാണ് വെക്കണ്ടേ എന്നൊക്കെ മനസ്സിൽ തോന്നുമ്പം മനസ്സിലിങ്ങനെ ചില പാട്ടുകൾ വരും. ഇന്ന് വന്നത് വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഇക്ഷോണിതലേ, ആ പാട്ടാണ്. പിന്നെ ചെറിയാൻ എന്ന് പറഞ്ഞ ദേവദാസൻ പാടിയിരിക്കുന്നു. മനോഹരമായ പാട്ട് ആരാ എഴുതിയെന്ന് ഞാൻ അങ്ങോട്ട് ഓർക്കുന്നില്ല. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഇക്ഷോണിതലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഇക്ഷോണിതലേ വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഇക്ഷോണിതലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഇക്ഷോണിതലേ. ഞാൻ വേഴ്സ് വ്യൂ ബൈബിളിൽ നോക്കിയപ്പോൾ PD ജോൺ എന്ന ദേവദാസനാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. PD ജോൺ. വളരെ മനോഹരമായ ഒരു പാട്ടാണ്, ചേർന്ന് പാടാം. ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ, ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ, ബന്ധമഴിച്ചു അന്തൻ എന്നെയും ബന്ധുവാക്കിയതാ, ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥനേശുവേ ഞാനീ ധരയിൽ. ഇന്നും എന്നും നന്നായി സ്തുതിക്കും നാഥൻ യേശുവേ ഞാനീ ധരയിൽ വാഴ്ത്തിടുമേ. എല്ലാവരും ഒന്ന് ചേർന്ന് പാടിക്കേ. ഇമ്മാനുവേലേ എൻ ജീവകാലേ ഇക്ഷോണിതലേ, ഇമ്മാനുവേലേ എൻ ജീവകാലേ ഇക്ഷോണിതലേ. പാപക്കടലിൽ ശാപക്കുഴിയിൽ ഇടഞ്ഞു നീന്തിടവേ, പാപക്കടലിൽ ശാപക്കുഴിയിൽ ഇടഞ്ഞു നീന്തിടവേ പാപമകറ്റി ശാപം നീക്കി മാർവിലണച്ചവനേ, കഷ്ടം നഷ്ടം സർവം ഏറ്റു നിൻ പിൻപേ നിന്ദാസർ നടന്നിടാമേ. കഷ്ടം നഷ്ടം സർവം നേറ്റു നിൻ പിൻപേ നിന്ദാസർ നടന്നിടാമേ. ഓഹോ വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഇക്ഷോണിതലേ ആമേൻ. ഇമ്മാനുവേലേ എൻ ജീവകാലേ ഇക്ഷോണിതലേ. ശത്രു തന്നുടെ അഗ്നിശരങ്ങൾ തൊടുത്തു വിട്ടിടുകിൽ, ശത്രു തന്നുടെ അഗ്നിശരങ്ങൾ തൊടുത്തു വിട്ടിടുകിൽ, നിന്നായുധങ്ങൾ കാത്തിടുമെന്നെ പൊന്നു നായകനേ. രക്ഷ സത്യം നീതി ചാർത്തി നീ ശക്തനാക്കിടും
സേനാനായക രക്ഷാസത്യം നീതി ചാർത്തി നീ ശക്തനാക്കിടും സേനാനായക. സ്തോത്രം. ശത്രു അവൻ എന്നാ പരിപാടി പിശാച് നമുക്കെതിരെ കൊണ്ടുവന്നാലും അതിനെയൊക്കെ ജയിക്കുന്ന ആയുധങ്ങൾ, സർവായുധങ്ങൾ, രക്ഷ, സത്യം, നീതി, നീതി എന്ന കവചം, വചനമെന്ന വാള് ഒക്കെ തന്നതിന്മേലെല്ലാം ജയം തരും. ഇന്ന് ഇതിൽ പങ്കാളികളാകുന്ന ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളും അതുവഴി ദൈവമക്കളാണെങ്കിൽ എങ്ങനെയെങ്കിലും മടുപ്പിക്കാനും പിന്മാറ്റത്തിൽ കൊണ്ടുപോകാനൊക്കെ പിശാച് നോക്കും. നടക്കത്തില്ല. നമ്മുടെ കയ്യിൽ ശക്തമായ ആയുധങ്ങൾ കർത്താവ് തരികയാണ്. വാഴ്ത്തിയിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ. അതിന് ആക്ച്വലി ഒരു ലൈനും കൂടെ ഉണ്ട്. ആ ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലൈൻ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒരു സ്റ്റാൻസാ കൂടെ ഉണ്ട്. വാനമുകളിൽ ദൂതസംഘമായി നാഥൻ വരുമളവിൽ, വാനമുകളിൽ ദൂതർ സംഘമായി നാഥൻ വരുമളവിൽ. നമ്മുടെ കർത്താവ് വരാറായി കേട്ടോ. ലോകം വിറയ്ക്കും, ലോകർ ഭ്രമിക്കും, ഞാനെന്നാർത്തിടുമേ. ഇന്ന് വിശ്വാസികൾക്കെതിരെ, വിശ്വാസത്തിനെതിരെ നിന്ന പരിഹാസം എല്ലാം പിശാച് നോക്കും. ഇന്ന് ലോകക്കാർ കളിയാക്കും. പക്ഷേ കർത്താവിൻ്റെ വരവ് സമീപിക്കുമ്പോൾ തന്നെ ലോകക്കാർക്ക് ആദ്യം വ്യാധിയുമാണ്. ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 21 തൻ്റെ വരവിന് മുമ്പായി ഭൂലോകത്തിന് എന്നായി ഭവിക്കാൻ പോകുന്നത് എന്ന് വിചാരിച്ചു മനുഷ്യർ നിർജീവരായിത്തീരും. യുദ്ധവും യുദ്ധശ്രുതികളും ലോകത്തിലാകെ സംഭവിക്കുന്ന സംഭവങ്ങളും അധാർമികതയും കാണുമ്പോൾ ഇതിങ്ങനെ നിൽക്കുമോ, തീരാൻ പോവാണല്ലോ എന്ന് എല്ലാവർക്കും തോന്നും. അങ്ങനെ മനുഷ്യർ നിർജീവരാകുമ്പോൾ തല കുനിച്ച് ഭൂമിയിലേക്കും, പിന്നെ കൂടുതൽ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത് ഇപ്പോൾ ഫോണിലാണല്ലോ, സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ, നിങ്ങളോ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുക. ലോകത്തിലെ അനിഷ്ട സംഭവങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അതങ്ങനെ നടക്കട്ടെ എന്നല്ല, സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനെ നയിക്കാൻ അധികാരികൾക്ക് വേണ്ടി നമ്മുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, നമ്മുടെ മന്ത്രിമാർ, MLA മാർ, MP മാർ, എല്ലാവരെയും, എല്ലാ ഭരണാധികാരികളെയും ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. എന്നാ നടക്കട്ടെ എന്നല്ല, നോ, ഒരു ദൈവവേദന അങ്ങനെ ആയിരിക്കത്തില്ല. രാജ്യസ്നേഹിയായിരിക്കും, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ, രാജ്യങ്ങൾക്കിളക്കം, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികളൊക്കെ നടക്കുമ്പോൾ ഓർത്തോണം, യഹൂദൻ മടങ്ങി വരുന്നു, അവൻ രാഷ്ട്രം സ്ഥാപിക്കുന്നു, അവിടെ യുദ്ധം നടക്കുന്നു, അടുത്ത യുദ്ധം തുടങ്ങുന്നു. ഇതെല്ലാം കാണുമ്പോൾ യുദ്ധം നടക്കട്ടെ എന്നല്ല, സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. പക്ഷേ അതൊരു അടയാളവും കൂടാണ്. എന്താണ്? ലോകം വിറയ്ക്കും. ഏതാ? ഇതെല്ലാം കാണുമ്പോൾ, ലോക സംഭവങ്ങൾ കാണുമ്പോൾ, വാനമുകളിൽ ദൂതസംഘമായി നാഥൻ വരുമളവിൽ. ആ വരവിനോട് അടുക്കുമ്പോഴും ഇതുണ്ടാവും. കർത്താവ് വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് സഭ, കർത്താവിനെ നോക്കി പാർത്തിരിക്കുന്ന മക്കൾ അങ്ങ് എടുക്കപ്പെടും. ആരെയാ കർത്താവ് സ്വീകരിക്കാൻ വരുന്നത്? എമൻലിവിസ്റ്റുകാരെയാണ്, ക്രിസ്ത്യാനികളെയാണ്, കത്തോലിക്കരെയാണ്, പെന്തിക്കോസുകാരെയാണ്, ബ്രദറുകാരെയാണ്? ഒന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. ആരെയാന്ന് എഴുതിയിട്ടുണ്ട്? തനിക്കായി കാത്ത് ഇരിക്കുന്നവരെ ചേർപ്പാൻ. എൻ്റെ കർത്താൻ എപ്പം വരും? എൻ്റെ നാഥൻ എപ്പം വരും? യഹൂദ വിവാഹത്തെക്കുറിച്ച് തങ്കു ബ്രദർ എപ്പോഴും പറയും, ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടം തോന്നിയാൽ ഒരു പുരുഷൻ അവൾക്ക് മോതിരം കൊടുത്തിട്ട് ഇങ്ങനെ പറയും, ഞാൻ പോയി വീടൊടുക്കിയിട്ട് വരാം. അതാ കർത്താവാകുന്ന നമ്മുടെ ആത്മകാന്തൻ. പോകാൻ നേരത്ത് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോകും. അത് യഹൂദ മണവാളൻ കല്യാണ നിശ്ചയം കഴിഞ്ഞ് പറയുന്നതാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 11:2
12:2 ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കും. ഇന്നത്തെ അണ്ടർ ദ വിങ്സ് കേട്ടും ചെല്ലി കർത്താവിനെ കുറിച്ച് അപ്പം ഞങ്ങളൊക്കെ ദല്ലാളുമാരാണ്. ഈ കർത്താവിൻ്റെ കാര്യം ഈ ദല്ലാളുമാരെങ്ങനെയാണെന്നറിയോ? പൗലൂസ് പറയാണ്, ഒരു സുവിശേഷകനായ ഞാൻ, അപ്പോസ്തലനായ ഞാൻ ഒരു ദല്ലാളാണ്. മുഴു ലോകത്തോടും നല്ല ചെറുക്കനുണ്ട് കേട്ടോ, നല്ല ആത്മമണവാളനുണ്ട് കേട്ടോ, നല്ല സുന്ദരന്. അതാണല്ലോ KV സൈമൺ സാർ പാടിയത്. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ഞങ്ങള് ചെറുക്കനെ പറഞ്ഞ് പോഴ്ത്തുക. ഈ പാട്ടും അതാണല്ലോ, യേശുവിനെ ഉയർത്തുന്ന പാട്ട്. ദൂതർ സ്തുതിക്കും നാഗവല്ലഭൻ. ദൂതന്മാരൊക്കെ സ്തുതിക്കുന്ന ആളാ. നിനക്ക് വേണോ ഈ മണവാളനെ? അപ്പൊ ആ കർത്താവിനെ ഒരാൾ രക്ഷകനാക്കാൻ മുട്ടയിലെഴയണ്ട, ഇവിടുന്ന് യെരൂശലേമിൽ പോകണ്ട, എവല്ലി ഫീസ്റ്റ് വരണ്ട, ഇരിക്കുന്ന ഇടത്തിരുന്നുണ്ട് ഈ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് എനിക്ക് ഈ വരനെ വേണം. അതാണ് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവടയിൽ നിന്ന് ഉയർപ്പിനെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അഥവാ വിവാഹ നിശ്ചയം നടക്കും. പറയണം, എനിക്കിഷ്ടമാകട്ടോ. നീ എത്ര മഹാഭാവിയാണേലും ഈ മണവാളൻ്റെ പ്രത്യേകത ചേറ്റിൽ കിടക്കുന്ന മഹാഭാവികളായ നമ്മളെ, ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിലൊരു ആണും പെണ്ണും കൂടെ വിവാഹം കഴിക്കുന്നവരെടുക്കാതെ ഒരു നിഴലാണ്. അതായത് ആ രൂത്ത് എന്ന് പറയുന്ന അന്യജാതിക്കാരി സ്ത്രീ, അവള് വിധവയായി കഴിഞ്ഞു. അന്ന എന്ന തൻ്റെ നവോമി എന്ന തൻ്റെ അമ്മാവിയമ്മയോടെ തിരിച്ച് പാലസ്തീൻ നാട്ടിൽ ബെത്ലഹേമിൽ വന്നു. അവർക്കൊന്നുമില്ല, ദരിദ്രരായിപ്പോയി. ബോവസിൻ്റെ വയലിൽ യവക്കൊയ്ത്തിൻ്റെ സമയത്ത് കാല പെറുക്കും. എന്നാൽ താഴെ വീഴുന്നപ്പോൾ പാവങ്ങൾക്ക് പെറുക്കാം. കൊയ്യാൻ പോലും പോകാൻ അവർ ലിസ്റ്റിലില്ല. ആ കൊയ്തുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ ബോവസ് എന്ന് പറയുന്ന വയലിൻ്റെ യജമാനൻ കല്യാണം കഴിച്ച് വയലിൻ്റെ ഉടമസ്ഥയാക്കി. ഇതുപോലെയാണ് പൗലൂസ് പറയാണ്, പാപികളിൽ ഒന്നാമനായിരുന്ന എന്നെ ഞാൻ സഭയെ ഉപദ്രവിക്കാൻ പോയപ്പോൾ ഇങ്ങോട്ട് സ്നേഹിച്ചു വന്ന് ശൗലേ ശൗലേ എന്ന് വിളിച്ചു. അങ്ങനെ ഞാൻ ആ പ്രേമത്തിൽ, കർത്താവിൻ്റെ പ്രണയത്തിൽ പെട്ടുപോയി. ആ പ്രണയത്തിൻ്റെ ആഴം അറിയാൻ എപ്പോഴും ഞാൻ നിൽക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ആത്മസ്നേഹത്തെ ഇവിടെ വിവാഹത്തോട് ബന്ധിക്കുക. ഏത് മഹാഭാവിയുടെ നമ്മുടെ സക്കായി എന്തൊരു മഹാഭാവിയല്ലേ, ചുങ്കക്കാരൻ, എല്ലാവരെയും കളിപ്പിച്ച് പൈസ മേടിക്കും. ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കാം. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ, അവളെ കല്ലെറിയാൻ വന്നവരുടെ അടുക്കൽ യേശു മുട്ടുകുത്തി. അവിടെ ചിലതൊക്കെ എഴുതിയെന്തേലും ആകട്ടെ, അവളെ കല്ലേറ് കൊള്ളാതെ സ്നേഹം കൊണ്ട് അവളെ തൻ്റെ മകളാക്കി മാറ്റി. പിന്നെ അവൾ പാപം ചെയ്തിട്ടില്ല. അപ്പം സഭയും കർത്താവ്, വാസ്തവത്തിൽ സഭയെന്ന് പറയുന്നത് പരിശുദ്ധരായവരുടെ കൂട്ടമല്ല, പാപികളുടെ കൂട്ടം. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, അവൻ അവളെ, ക്രിസ്തു സഭയെ വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകി താൻ ഇച്ഛിക്കുന്നതിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പം നിർമ്മല കന്യക എന്നൊക്കെ പേര് വേണം സഭയ്ക്കിടാൻ. നിർമ്മല കന്യകയൊന്നും ആയിട്ടില്ല. നമ്മുടെ അകത്തും ചിന്തയിലും അഴുക്കും ചിന്തയല്ല, എല്ലാ ദൈവപൈതലിനും ജഡമുള്ളിടത്തോളം ഇതെല്ലാം വരും. പക്ഷേ അവൻ്റെ ചങ്കിൽ നിന്ന് പുറപ്പെട്ട വെള്ളമാകുന്ന വചനം, പുതിയ ഉടമ്പടിയുടെ വചനം, പഴയ നിയമവചനമല്ല, അപ്പോസ്തലന്മാർ മുഖേന വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തിൻ്റെ വചനം. പഴയ നിയമമാണെങ്കിൽ പാപിയെ കല്ലെറിഞ്ഞു കൊല്ലും. സഭയിൽ ആർക്കെങ്കിലും തെറ്റുപറ്റിയാൽ അവരെ എക്സ്പോസ് ചെയ്യും. ഇവൻ കുഴപ്പം എല്ലാവരും കൂടെ കുഴപ്പം പറഞ്ഞ ആളെ വെളിയിലാക്കും. അങ്ങനെയല്ല, ആ കുഴപ്പം പറ്റിയ ആളെ മാറോട് ചേർത്ത്, പത്രോസ് പറയുമ്പോൾ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പാപിയെ മറച്ച് സ്നേഹിക്കുമ്പോൾ ആ പാപത്തെ കല്ലെറിഞ്ഞു കൊല്ലും. അതാണ് കർത്താവായ യേശു. പാപിയെ കൊല്ലുകയല്ല, പാപിയിലെ പാപത്തെ സ്നേഹം കൊണ്ട് കൊല്ലും. ആ പാപിയെ സമൂഹത്തിന് കൊള്ളാവുന്ന വ്യക്തിയാക്കി കൊണ്ടുവരും.
അപ്പോൾ അറിയാതെ ഇവരങ്ങ് സ്നേഹിച്ചു. അങ്ങനെ രൂത്ത് ബോവസിൻ്റെ സ്നേഹത്താൽ ഒരു യോഗ്യതയുമില്ലാത്ത തന്നെ ആക്കിയതുപോലെ ഇതുപോലെ ക്രിസ്തു എന്തു ചെയ്യാണ്? ഇന്ന് സകല ലോകത്തിലും ഞങ്ങളെപ്പോലുള്ള സുവിശേഷകർ ദല്ലാളുമാരാ. നല്ലൊരു മണവാളനുണ്ട് കേട്ടോ. നിന്നെ സ്നേഹിക്കുന്ന, എത്ര തെറ്റിപ്പോയാലും നിന്നെ സ്നേഹിക്കുന്നൊരു ആത്മമണവാളനുണ്ട്. ബാക്കി എല്ലാവരും നിന്നെ വിധിക്കാനിരിക്കുകയാണ്. ലോകത്തിൽ വന്ന ഒരു പ്രവാചകനും മനുഷ്യരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ തെറ്റുകൾക്ക് വേണ്ടി മരിച്ചൊരു പ്രവാചകനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രം. കുറ്റം വധിക്കുന്ന പ്രവാചകന്മാർ പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണാം. ദാവീദിനെ തൻ്റെ തെറ്റുകൾ പറയാം, കുറ്റം വിധിക്കുകയല്ല, തെറ്റുകൾ പറയാൻ. മോശ നിങ്ങളെ കുറ്റം ചുമത്തും യേശു പറഞ്ഞല്ലേ യോഹന്നാൻ 5. ഞാൻ വന്നത് നിങ്ങളെ കുറ്റം ചുമത്താനില്ല, നിങ്ങൾക്ക് ആ കുറ്റമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പാപം ഞാൻ ഏറ്റെടുത്ത്, നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ഞാൻ വഹിച്ച്, മാത്രമല്ല എൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അകത്ത് തന്ന് എൻ്റെ സ്നേഹം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പാപം ചെയ്യാൻ ഒക്കത്തില്ല. ഒരു പരീക്ഷാ ചോദ്യപേപ്പർ ഇട്ടിട്ട് മാർക്കിടാനിരിക്കുന്ന ആളെ പോലെ അല്ല ഞാൻ. നിന്റെ ചോദ്യപേപ്പർ ഇട്ടിട്ട് ആ മറുപടിയും കൂടെ എഴുതാൻ നിന്റെ കയ്യെ പിടിച്ച് എഴുതിക്കുന്ന ആളാണ് ഞാൻ. ആ യേശുവിൻ്റെ സ്നേഹം. യേശു ക്രിസ്ത്യാനിയുടെ ദേവനല്ല, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും യഹൂദനും എല്ലാം കൂടെ ഒറ്റ ദൈവമുള്ളൂ, പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവം. ആ ദൈവം സ്നേഹമാണ്. ആ ദൈവത്തിൻ്റെ സത്ത സ്നേഹമാണ്. ആ സ്നേഹം മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ മനുഷ്യരൂപത്തിൽ വരണമായിരുന്നു. അതാ യേശു ക്രിസ്തു. പരിശുദ്ധാത്മാവിനാൽ മറിയയിൽ ഉരുവായ ദൈവസ്നേഹം. ഭാവിയെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് കർത്താവ് രക്ഷകനാണ്, കാന്തനാണ്. ഇന്ന് ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ യേശുവിനെ എനിക്കും വേണം, യേശുവേ ഇനി നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞിട്ടും അത്ര പിടികിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവ്, ഇത് ശരിയാണോ ഇങ്ങനെ പറയുന്നതെന്നൊന്ന് ചോദിച്ചു. ആ കർത്താവായ യേശുവെ എന്ന് ഒറ്റ വിളി വിളിച്ചാൽ കുരിശിൽ കടന്ന കള്ളൻ വല്ല ഗുണവും ചെയ്തു. എൻ്റെ യേശുവെ എന്ന് ഒറ്റ വിളിക്ക് അവനെയും സ്വർഗത്തിൽ കൊണ്ടുപോയി. അങ്ങനെ കർത്താവിനെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് പരിശുദ്ധന്മാർക്കല്ല, പരിശുദ്ധി ഇല്ലാത്തവർക്കാണ്, പരിശുദ്ധി ആഗ്രഹിക്കുന്നവർക്കാണ്. അവരെ പരിശുദ്ധ ജീവിതം നയിക്കാൻ സഹായിക്കും. പാപം വിട്ട് മദ്യപാനം വിടാൻ നമ്മൾ നോക്കിയാൽ നടക്കും. പക്ഷേ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മദ്യപാനം എന്നെ വിട്ടുമാറി. ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുമായിരുന്നു, വേണ്ടാത്ത പണിയെല്ലാം ഉണ്ടായിരുന്നു, പിന്നെ ചെയ്യാൻ തോന്നുന്നില്ല. മതത്തിൻ്റെ നിയമമായതുകൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം അകത്ത് വന്നത്. അതാണ് പുതിയ സൃഷ്ടികളാകുന്നത്. അങ്ങനെ ഒരു പുതു മാനവികത, പുതു ലോകം, അതാണ് സഭ. അല്ലാതെ യാക്കോബ, കത്തോലിക്ക, ഓർത്തഡോക്സ്, ഹെവൻലി ഫീസ്റ്റ് അതല്ല. അത് നമുക്ക് ആരാധിക്കാൻ ഇതെല്ലാം ലോക്കൽ ചർച്ചസ് വേണം. സഭ എന്നത് യഹൂദനും യവനനും ബർബരനും ശകനും ദാസനും, നിങ്ങൾ ഏത് മതത്തിലോ ജാതിയിലോ സ്തോത്രം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ആരുമാട്ടെ ഏക അപ്പത്തിൻ്റെ അംശം. തിരുവത്താഴം, അത്താഴം വീട്ടിലല്ലേ, വീട്ടിലെല്ലാവരും കൂടെ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു. അവൻ തരുന്ന ഭക്ഷണം ഞാൻ കഴിക്കാമല്ലോ, നീ തരുന്ന ഭക്ഷണം കുഴപ്പമാ, തീണ്ടലും തൊടിയിലും ഒന്നുമില്ല. ആ ക്രിസ്തു എന്ന ശരീരമാണ് സഭ. ആ സഭ അവർക്കൊറ്റ ലക്ഷ്യമുള്ളൂ, കർത്താവിനെ കാണണം. കർത്താവ് പറഞ്ഞു ഞാൻ വീണ്ടും വരും, ഞാൻ വീടൊരുക്കിയിട്ട് വരും. യഹൂദ മണവാളൻ പറയുന്ന പോലെ ഞാൻ വീടൊരുക്കിയിട്ട് വരും. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലത്. അപ്പം ഇന്ന് ഇത് കേൾക്കുമ്പോൾ വിവാഹ നിശ്ചയം ആഗ്രഹിക്കുന്നവർ, യേശുവെ അങ്ങേ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞാൽ ഈ ലോകം അവസാനിക്കും, ഈ ലോകം തകരും. അതിനുശേഷം എതിർ ക്രിസ്തു ഇവിടെ ഭരിക്കും. അതിഭീകരമായ അവസ്ഥയിലേക്ക് ഈ ലോകം പോകും. ഭാരതീയ ചിന്തകളും പറയുന്ന അങ്ങനെയാണ്. ഒരു വല്ലാത്ത കലികാലം, പിന്നെ ഈ ഭൂമിയുടെ നാശം. എനിക്കൊന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൊക്കെ അതുണ്ട്. എന്നാൽ ബൈബിൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. യഹൂദൻ ലോകത്തിലെല്ലാം ചിതറും, അവൻ മടങ്ങി വരുന്നത് കാണുമ്പോൾ ഓർത്തോണം, ഞാൻ വാതുക്കലായി, മണവാളൻ വാതുക്കലായി. അപ്പോൾ അന്ന് എന്ത് സംഭവിക്കും? ലോക സംഭവങ്ങൾ കണ്ട് ലോകം വിറയ്ക്കും. മാത്രമല്ല ഒരു കൂട്ടം ഇവിടുന്ന് അപ്രത്യക്ഷമായി യേശുവിനെ സ്വീകരിച്ച മണവാട്ടി സഭ, കാത്തിരുന്ന മക്കൾ ഇവിടുന്ന് അപ്രത്യക്ഷമായി. ഒരു ദിവസം അതാണ് ബ്രേക്കിംഗ് ന്യൂസ് വരാൻ പോകുന്നു. ഒത്തിരി പേരെ കാണാനില്ല, നിങ്ങളെയും എന്നെയും കാണാനില്ലാതാവും.
കർത്താവിൻ്റെ വചനം ആ വിളി കേൾക്കാനായിരിക്കണം നമ്മുടെ ഹൃദയം ഇങ്ങനെ കൊതിക്കേണ്ടത്. കാന്തൻ്റെ ശബ്ദം കേൾക്കണം. ഇനി ടി വിയിൽ ഏത് ബ്രേക്കിംഗ് ന്യൂസ് വരും, സോഷ്യൽ മീഡിയയിൽ അടുത്ത ഏത് വേണ്ടാധീനം വരും, അതല്ല കാത്തിരിക്കും. എൻ്റെ മണവാളൻ്റെ ശബ്ദം കേൾക്കാൻ കാത്തിരിക്കും. കർത്താവിൻ്റെ വരവ് വളരെ അടുത്ത് കേട്ടോ. അതിനെക്കുറിച്ച് ഈ പാട്ടിൻ്റെ ഒടുവിലത്തെ ലൈൻ, വാനമുകളിൽ ദൂതർ സംഘമായി നാഥൻ വരുമളവിൽ ലോകം വിറയ്ക്കും, ലോകർ ഭ്രമിക്കും, ഞാൻ അന്നാർത്തിടുമേ. അതാ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്. ഈ അന്ത്യകാല സംഭവങ്ങൾ നടക്കുമ്പോൾ ലോകക്കാർ ഭ്രമിക്കും, ഈ ഭൂമിക്ക് ഇത് എന്നാ സംഭവിക്കുന്നതെന്ന്. പക്ഷെ നിങ്ങളോ, നിങ്ങളുടെ വീണ്ടെടുപ്പ് നാൾ, നിങ്ങളുടെ കാന്തന്റെ വരവ് അടുത്തിരിക്കുന്നോണ്ട് നിവർന്ന് തലകൾ ഉയർത്തുവിൻ. ലോകം വിറയ്ക്കും, ലോകർ ഭ്രമിക്കും, ഞാനെന്നാർത്തിടുമേ. നോക്കി നോക്കി കാത്തിടുന്നു ഞാൻ, എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ. ഓ വാഴ്ത്തിടുമേ, വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ. വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ. ഇക്ഷോണിതലേ ഇമ്മാനുവേലേ എൻ ജീവകാലേ. ഇക്ഷോണിതലേ. ഈ പ്രത്യാശ കിട്ടിയവർക്ക് ഭൂമി സമാധാനമുള്ളൂ. കർത്താവ് വന്നാൽ ഞാൻ പോവും, ഇപ്പം മരിച്ചാൽ ഞാൻ യേശുവിൻ്റെ കൂടെ ആയിരിക്കും. ഇത്രയും ഉറപ്പുള്ളവർക്ക് ഈ ലോകത്ത് പ്രശ്നങ്ങളുണ്ടെന്നേ അവർക്കൊരു പേടിയില്ല. അവരെ ആർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ബാക്കി ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ നൊടി നേരത്തേക്കുള്ളന്നേ. വരാനുള്ള മഹിമയുമായിട്ട് വേണം നമ്മുടെ ഈ ലോകത്തിലെ കാര്യങ്ങളെ കാട്ടി. നമ്മളെന്ത് ചെയ്യും? അയൽവക്കക്കാരൻ്റെ വീടും എൻ്റെ വീടും കൂടെ കമ്പയർ ചെയ്യാതെ. തങ്കൂപതന് ഭയങ്കര ശുശ്രൂഷ, തോമസ് കുട്ടി പറയണ അത്രയായാലും ഒന്നും കമ്പയർ ചെയ്യണ്ട. അദ്ദേഹത്തെ ഏൽപ്പിച്ച് അദ്ദേഹം ചെയ്യും, എന്നെ ഏൽപ്പിച്ചോ ഞാൻ ചെയ്യും. ഓരോരുത്തരെ ഏൽപ്പിച്ച വിശ്വസ്തമായിട്ട് ചെയ്ത ഒരേ പ്രതിഫലം ദൈവസ്വർഗ്ഗത്തിൽ കൊടുക്കും. ഹല്ലേലൂയ. തങ്കൂബ്രദർ ശുശ്രൂഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ ഞാൻ സഹായിക്കും, എന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കും. കാരണം എൻ്റെ യേശുവിന് വേണ്ടിയല്ലേ. അങ്ങനെ നമ്മൾ പരസ്പരം ദൈവസ്നേഹത്തിൽ നിൽക്കുമ്പോൾ, പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുത്ത് ആ ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൻ്റെ ആലിംഗനം സഭ തമ്മിൽ വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്ത്, ഒരു തെറ്റുപറ്റിയ ആളെ വേണം സഭ ഒന്നുകൂടെ കരുതാൻ. ആ ദൈവസ്നേഹം കൊണ്ട് ഭൂമിയിലൊരു പുതിയ മാനവികത സൃഷ്ടിക്കുകയാണ് കർത്താവ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന യേശുവാണ് ഞാൻ പറയാം. നിങ്ങൾ ആരും ആയിക്കോട്ടെ, ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, ഏത് സഭക്കാരനായിക്കോട്ടെ, ഉയർന്നവനായിട്ട് താൻ ലോകത്തിലെ സ്നേഹത്തിനെല്ലാം പരിമിതിയുണ്ട്. ചില സ്നേഹത്തിന് കുഴി വരെ വരാനൊക്കത്തുള്ളൂ, ശവക്കുഴി വരെ. കോവിഡൊക്കെയാണ് ശവക്കുഴി വരെ പോലും വരില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ഒരാളെ ഉള്ളൂ, യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നിങ്ങളെ ഓർത്ത് മരിച്ചു, അടികൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ സമീപം ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ആ മണവാളനെ, ആ ചെറുക്കനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ദല്ലാളുമാരാണ് മുമ്പേ പറഞ്ഞ പോലെ ഓരോ സുവിശേഷകനും ഞാൻ. യേശുവേ, ഇതാ എൻ്റെ ജീവിതം എന്നൊന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങളുടെ കയ്യേൽ പിടിക്കും. തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്ന് താൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെ ഓരോ ദിവസവും മാറ്റി 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 കൊണ്ടുവരും. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അടുത്ത വചനങ്ങളിലേക്കൊക്കെ ഒന്ന് കടക്കാം. പ്രിയ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശു എന്ന ആത്മ മണവാളൻ ഞങ്ങൾക്കുണ്ടല്ലോ. ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാൽ, ഈ യുദ്ധശുദ്ധികളും ഒക്കെ വരുമ്പോഴും ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി. ഹല്ലേലൂയ. ആ ഭവനം കർത്താവെ രത്നങ്ങളാൽ അലങ്കൃതം, മുത്തുമയം. പക്ഷെ അവിടെ ഞങ്ങളെ ഏറ്റവും ആകർഷിക്കാൻ പോകുന്ന അവിടുത്തെ മുത്തും അവിടുത്തെ സ്വർണ്ണത്തെരുവീതിയല്ല, ഞങ്ങളുടെ നാഥൻ, ഇപ്പോഴും ഞങ്ങളെ ഓർത്തുള്ള മുറിവ് കയ്യിൽ വഹിക്കുന്ന യേശു. യേശുപ്പായെ, ഇന്നടിയൻ ഈ പറഞ്ഞ വചനം ഇതിനകത്ത് കേൾക്കുന്ന ഓരോ മക്കൾക്കും കർത്താവിനെ വിശ്വസിച്ചവരെ ഇനി ഉറപ്പിക്കണേ കർത്താവ്. ഞങ്ങളൊക്കെ അറിയാതെ ഇടയ്ക്ക് പതറിപ്പോയിട്ടുണ്ട് കർത്താവെ.
ചില വിഷയങ്ങളൊക്കെ വന്നപ്പോൾ വിശ്വാസത്തിൽ പതറിപ്പോവുകയും ഞങ്ങൾ വിശ്വസിച്ചോ ശരിയാണോ എന്ന് സംശയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുത്ത് പോയിട്ടുണ്ട്. ക്ഷമിക്കണേ കർത്താവേ. ഇന്ന് ഈ ശുശ്രൂഷ നടക്കുന്ന ഓരോ വീടുകളിലും ഒരു ദൈവസാന്നിധ്യം ഇപ്പോൾ അനുഭവിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വലിയ കൃപയുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദയക്കായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഫേസ്ബുക്കിലും HF TV-യിലും യൂട്യൂബിലും അതുപോലെ ACV ഉത്സവ് ചാനലിലും എല്ലാം നിരവധി പേര് ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ജോയിൻ ആയവരുണ്ട്. എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു, വന്ദനം പറയുന്നു. ഇന്ന് ആദ്യമായിട്ട് കയറിയവരുടെ വിഷയങ്ങൾ ഡോണി സിസ്റ്റർ, ടെനി ബ്രദർ അവർ അയച്ചു തന്നിട്ടുണ്ട്. യൂട്യൂബിൽ അജിത കൃഷ്ണൻ, ബ്ലസ് യു സിസ്റ്റർ, ഗിരീഷ് കുമാർ, ബിജു ജോർജ്, ഫെന്നി ക്രോസ്ബി, നല്ലൊരു പേരാണല്ലോ, ഫാനി ക്രോസ്ബി എന്ന് കേട്ടിട്ടുണ്ട്, മോനി സോമൻ നായർ. ഇവരാണ് ആദ്യം കയറിയ 1, 2, 3, 4, 5 ഓട്ടക്കളത്തിൽ ആദ്യം വന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഫേസ്ബുക്കിൽ ജോഷുവ സാമുവൽ, ഓ കൺഗ്രാജുലേഷൻ, മനു ഡെനീസ്, അനൂപ് വൈക്കം, അജിത കൃഷ്ണൻ 2 ഉണ്ട്, ബിജി ബജോയ്. കർത്താവ് ധാരാളം നന്മകളാൽ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്തിരിക്കുന്ന കുടുംബമുണ്ട്. ആ കുടുംബം ചെയ്തിരിക്കുന്നത് വലിയ കാര്യമാണ്. ഇന്ന് 7 ഫെബ്രുവരി 24 ജോജി എബ്രഹാം ആൻഡ് അജിത ജോജി സെലിബ്രേറ്റിംഗ് ദർ 24th വെഡിങ് ആനിവേഴ്സറി ടുഡേ. നമ്മുടെ ദോഹ, ജോജി ബ്രദർ ഇടയ്ക്ക് ദോഹയിലായിരിക്കും, പിന്നെ മസ്കറ്റിലായിരിക്കും. ആ ജോജി ബ്രദർ തന്നെയാണല്ലോ അല്ലേ? ഞാൻ ഇന്നലെ ഒന്ന് വിളിക്കണമെന്ന് ഓർത്തു. കാരണം ബൈ അലീന, അനീറ്റ ആൻഡ് ജോയൽ റാന്നിയിലാണ് അവരുടെ വീട്. നമ്മുടെ ഞാൻ ഉദ്ദേശിക്കുന്ന ജോജി ബ്രദർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാറ്റം വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന ജോജി ബ്രദറും അജിത സിസ്റ്ററും അവനും സഹോദരിയുടെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വിട്ടുപോയി. ജോജി എബ്രഹാമൻ, അജിത സിസ്റ്റർ, അവരുടെ 24ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. വെഡിങ് ആനിവേഴ്സറിക്ക് പാടാൻ പുതിയൊരു പാട്ട് കർത്താവ് തന്നിട്ടുണ്ട്. സ്തോത്രം. സ്വർഗീയ ദമ്പതികൾ നിങ്ങൾ, നേരുന്നു നന്മകൾ ഞങ്ങൾ, യേശുവിൻ്റെ ഈ ഭവനം സ്വർഗീയ ശോഭയാൽ നിറഞ്ഞിടട്ടെ. യേശുവിൻ്റെ ഈ ഭവനം മലമേൽ ശോഭിത നഗരമായി, മലമേൽ പ്രകാശിക്കുന്ന പട്ടണം പോലെ എന്ന് വചനത്തിൽ കാണുന്ന നിലയിൽ നിങ്ങളുടെ വീട് പ്രകാശിക്കട്ടെ. അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന അലീന, അനീറ്റ ആൻഡ് ജോയൽ റാന്നി. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതം, അവരുടെ ശുശ്രൂഷ, അവരുടെ മക്കൾ, അതിൻ്റെ നന്മകൾ അവർ കാണട്ടെ. കർത്താവ് അവരുടെ ഈ വെഡിങ് ആനിവേഴ്സറിയിൽ ഒരു ദൈവവേലയിൽ കൊടുക്കാൻ ആഗ്രഹിച്ചല്ല കർത്താവ്. ഈ പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാൻ അവർ ആഗ്രഹിച്ചല്ല. കർത്താവ് അത് മറക്കത്തില്ല. അതിൻ്റെ പ്രതിഫലമായി സാമ്പത്തികമായ തന്നെ നന്മ അവർ ഈ ദിവസങ്ങളിൽ ഇന്ന് തന്നെ കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 100 മടങ്ങായി മടക്കി കൊടുക്കും എന്നെൻ്റെ യേശു പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. അവരെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവെ, ഈ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹത്തിൽ അവർ വർദ്ധിക്കട്ടെ. നാള് കഴിയും തോറും കരുതലിൽ വർദ്ധിക്കട്ടെ. തിരുത്തലുകളാകട്ടെ തമ്മിൽ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ മസ്കറ്റിലും ദോഹയിലും യമനിലും ഒക്കെ ഉണ്ടായിരുന്ന ജോജി ബ്രദർ ആണെന്ന് ധരിച്ചുകൊണ്ട് പറയട്ടെ. ജോജി ബ്രദറിൻ്റെ സഹോദരി
വലിയ ആർത്രൈറ്റിസ് രോഗം വന്ന് നേഴ്സാണ്. അങ്ങേയറ്റം ഒന്നും ചെയ്യാൻ മേലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു മീറ്റിങ്ങിന് വന്ന് യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, നിങ്ങളെ കർത്താവ് തൊടും എന്ന് പറഞ്ഞ് അന്ന് ആ മീറ്റിങ്ങിൽ, ഒരു TVS മീറ്റിങ്ങിലാണ് എൻ്റെ ഓർമ്മ. പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു വിട്ടുമാറി. സഹോദരി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. പൂർണ്ണ സൗഖ്യം. എസ് ജോജി ബ്രദർ ദോഹ ഇതിലെഴുതിയല്ലോ, ആരോ അത് അയച്ചു. വെരി ഗുഡ്. എനിക്കിന്നുണ്ടായിരുന്ന അങ്ങനെയാണ്. ഇന്നലെ വിളിച്ചിട്ട് ഇതൊരു ഇന്നലത്തെ പോലെ ഒരു സൂമിൽ ആക്കിക്കൊണ്ട് ജോജി ബ്രദറിനെ സഹോദരിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ചെയ്യാൻ ജോജി ബ്രദറെ. സിസ്റ്ററിൻ്റെ സാക്ഷ്യം, ബ്രദറിൻ്റെ സാക്ഷ്യം, പിന്നെ കോവിഡ് കാലത്ത് ബ്രദറിന് കടന്നുപോയ ആ പ്രതിസന്ധികൾ, അവിടെ ഉണ്ടായ അത്ഭുത വിടുതൽ, കൂടാതെ യമൻ രാജ്യത്ത് ആദ്യം ശുശ്രൂഷ തുടങ്ങുന്നത് ഇവരെല്ലാം കൂടിയാണ്. ജോജി ബ്രദറും സജി ബ്രദറും ഒത്തിരി സഹോദരന്മാരവിടെ ഉണ്ട്, മറക്കാനൊക്കത്തില്ല. അവരൊക്കെ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ മറ്റ് രാജ്യങ്ങളായി. യമനിൽ വലിയ യുദ്ധമുണ്ടായി, പ്രശ്നമുണ്ടായ സമയത്ത് പ്രസിഡന്റിനെ, അവിടുത്തെ യമൻ പ്രസിഡന്റിനെ ആശുപത്രിയിൽ പരിചരിക്കാൻ ഈ സഹോദരിയാണ് പിന്നീട് ആ ആശുപത്രി നിയോഗിച്ചത്. അതിനുള്ള ഭാഗ്യം കർത്താവ് കൊടുത്തു. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവ ബഹുലമാണ്. ജോജി ബ്രദറിൻ്റെ സിസ്റ്ററുടെ കുടുംബമാണ് നമ്മുടെ അടൂരെ മുമ്പിൽ നിൽക്കുന്ന ജി ബ്രദറും ഫാമിലിയും. അവരൊക്കെ കർത്താവിന് വേണ്ടി അതുപോലെ നിൽക്കുക. ജോജി ബ്രദറിൻ്റെ പപ്പ, അമ്മ, അങ്ങനെ ആ കുടുംബങ്ങളെല്ലാം റാന്നിയിലൊക്കെ ശുശ്രൂഷയിൽ നിൽക്കുന്ന കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നത്തെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ എറൈസ് ആൻഡ് ഷൈനിന് ശേഷം ഞങ്ങളെല്ലാം കൂടെ കൂടിയപ്പോൾ നമ്മുടെ സൂമിൽ എല്ലാ ദിവസവും കൂടും. വർഗീസ് ബ്രദർ ഉണ്ടായിരുന്നു. ഇന്നത്തെ രാവിലത്തെ എറൈസ് ആൻഡ് ഷൈനിൽ നമ്മുടെ കാനഡയിലെ പഠിക്കാൻ പോയ 2 പെൺകുഞ്ഞുങ്ങളും അവിടെയുള്ള നമ്മുടെ ഒരു ബ്രദറിൻ്റെ മോളും, ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും +2-നും പഠിക്കുന്ന 3 കുഞ്ഞുങ്ങളാണ് രാവിലത്തെ എറൈസ് ആൻഡ് ഷൈൻ മീറ്റിംഗ് ലീഡ് ചെയ്ത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാനഡയിലെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വലിയ ഉണർവാണ്. അവിടെ കുഞ്ഞുമോനിച്ചാനായിരുന്നു വചന ശുശ്രൂഷ. അപ്പോൾ ആ മക്കളോട് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയായിരുന്നു. കുഞ്ഞുങ്ങളെ, പെൺകുട്ടികൾ നിങ്ങൾ പഠിക്കണം. പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം കുടുംബം കെട്ടുപണി ചെയ്യുന്ന. നമ്മുടെ വിവാഹ അവസരങ്ങളിലൊക്കെ ഇന്നിപ്പം കുടുംബം വേണ്ട, കല്യാണം കഴിക്കണമെന്ന് തന്നെ നിർബന്ധം. ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി ലിവിങ് ടുഗദർ ആയാലും പോരെ. ആണ് പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് തന്നെ, ആണിനെ കെട്ടിയ എന്നാ, പെണ്ണിനെ കെട്ടിയ എന്നാ. അതിന് സോതോമിക് പാപം എന്നാണ് പറയുന്നത്. ആ സോതോമിസത്തിൻ്റെ കാലം വരുമ്പോൾ ലോത്തിൻ്റെ സോതോം പട്ടണത്തിലുണ്ടായ സ്വർഗ അത് ലോകത്ത് കാണുന്ന സമയത്ത് നിങ്ങൾ ഓർത്തോണം, ഞാൻ വാതിൽക്കലായെന്ന് യേശു പറയുന്നു. സോതോമിക പാപം സോതോമിൽ നിറഞ്ഞപ്പോൾ സോതോം ഗൊമോറയെ ദൈവം നശിപ്പിച്ചു. ആ നോഹയുടെ കാലത്ത് പാപം പെരുകിയപ്പോൾ അന്നത്തെ ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിച്ചു. പിന്നെ മഴവില്ല് കാണിച്ചുകൊണ്ട് ഇനി ആ മാർഗത്തിൽ നശിപ്പിക്കത്തില്ല, തീ കൊണ്ട് നശിപ്പിക്കും. ലോത്തിന്റെ പട്ടണത്തെ തീ കൊണ്ടാണ് നശിപ്പിച്ചേ. തീയും ഗന്ധവും ഇറങ്ങി. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ്, ഇന്ന് കാണുന്ന ഈ ഭൂമി, വഷളത്വം നിറഞ്ഞ ഭൂമി, തീ കൊണ്ട് നശിപ്പിക്കാൻ ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. 2 പത്രോസ് 3-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ഞാൻ കെമിസ്ട്രിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ലോകത്തെ 1000-ത്തിലധികം മടങ്ങ്, 1650 ഉപദേശമായിട്ട് പ്രസംഗിച്ചാൽ കേട്ടു. ഈ ലോകത്തെ ചുട്ടുകരിക്കാൻ ആവശ്യമായ അണുവായുധങ്ങൾ ലോകരാഷ്ട്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് 10-25 കൊല്ലം മുമ്പ് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ചെറിയ അടയ്ക്കാട് പരുവത്തിലുള്ള സാധനം ജപ്പാനിൽ വീണിട്ട്, ഹിരോഷിമയിൽ വീണിട്ട് വർഷങ്ങളോളം അവിടെ ഒന്നും ഉണ്ടാകാതെ കരിഞ്ഞെങ്കിൽ, മനുഷ്യൻ തകർന്നെങ്കിൽ, ഇന്ന് അണുവായുധ ശേഷിയുള്ള എത്രയോ രാഷ്ട്രങ്ങളുണ്ട്, ഇന്ത്യ അടക്കം. ഒരു ഭ്രാന്ത് പിടിച്ച ഭരണാധികാരി ഒരു സ്വിച്ച് ഇട്ടാൽ
അണുവായുധം വീഴും. ഒരു കൂട്ടരുടെ മേത്ത് വീണാൽ അവരും ഉണ്ടാതിരിക്കും, അവരും സ്വിച്ചിടും, അപ്പുറത്തെ രാഷ്ട്രത്തിൽ വീഴും. ഈ ലോകത്തെ നമ്മൾ ഈ അഹങ്കരിക്കുന്നതൊക്കെ ഈ അണ്വായുധത്തിൻ്റെ മണ്ടയ്ക്കിരുന്ന വേറൊരാളെ തോണ്ടുന്നതെന്ന് ഓർത്തോണം. എനിക്ക് 10 പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുകയും ഒന്നും ചെയ്യണ്ട. പൊട്ടാൻ പോകുന്ന ബോംബിൻ്റെ മുകളിലിരുന്ന നമ്മൾ തലക്കനം പിടിക്കുകയും പണങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും. വി ആർ ജസ്റ്റ് നത്തിങ്. ഒന്നുമില്ല സൗരങ്ങളെ. പക്ഷെ അവിടെയും തുള്ളിച്ചാടി സന്തോഷം. എനിക്ക് ദിവസങ്ങൾ വേറൊരു വചനം എൻ്റെ ഹൃദയത്തിൽ വളരെയധികം വരുന്നുണ്ട്. ഈ കർത്താവിൻ്റെ വരവിൽ കർത്താവിനെ അറിഞ്ഞിട്ട് എടുക്കപ്പെടാതെ പോകുമോ? ഈ വചനം കേട്ടവരോട് പറയാണ്, ഉപജീവന ചിന്തകളാലും ആ ദിവസം നിങ്ങൾക്ക് ഒരു കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞു. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. ബൈബിളിൽ ഉപജീവന എന്നടിച്ചു കൊടുത്താൽ വരും. 21:34 ലൂക്കോസ്. ഞാൻ മുമ്പേ പറഞ്ഞ അന്ത്യകാല സംഭവങ്ങൾ പറയുന്ന അധ്യായം. മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. യേശു ദേവാലയം വിട്ടു പോരുമ്പോൾ ഈ ദേവാലയം, യഹൂദൻ്റെ ദേവാലയം തകരുകയും ലോകത്തിലെല്ലാം ചെതറുമെന്ന് ചെയ്യുന്നു പറഞ്ഞു. അത് എപ്പോൾ സംഭവിക്കും, നിന്റെ വരവ് എപ്പോഴായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ പറയാം. ഈ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളും ഒഴിഞ്ഞു പോകുകയില്ല. ഈ അന്ത്യകാല സംഭവം പറഞ്ഞു വരികയാണ്. എന്താ? യഹൂദനെക്കുറിച്ച്. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴും, അവരെ സകല ജാതികളിലേക്ക് ബദ്ധരാക്കി കൊണ്ടുപോകും. ജാതികളുടെ കാലം തികയുന്നവരെ ജാതികൾ യെരൂശലേം ചവിട്ടും. ജാതികൾ ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു കാലം തീരാൻ പോവുക. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാവും. ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ്റെയൊക്കെ അകത്ത് ഇത് എന്നെ ശോഷിക്കാന്നുണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജനതകൾക്ക് നിരാശയും പരിഭ്രമവും ഉണ്ടാവും. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കി. അതാണ് നമ്മൾ മുമ്പത്തെ പാട്ടി പാടിയത്. അതുകൊണ്ടും തന്നെ ഇത് സംഭവിക്കുന്ന കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. എന്നിട്ട് പറയണം, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. അതിൻ്റെ 34 വാക്യം ലൂക്കോസ് 21. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ഇപ്പോൾ ഒരു വശത്ത് ഭയങ്കര തീൻ പൊളപ്പ്. കർത്താവ് സമൃദ്ധി തരും, പക്ഷെ തീൻ പൊളപ്പ് പാപമാണ്. നമുക്ക് സമൃദ്ധി തരുന്നത് സമൃദ്ധമായിട്ട് അനുഭവിക്കാനും കൊടുക്കാനും കരുതി വെക്കുകയും ചെയ്യാം. പക്ഷെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് തീൻ പൊളയ്ക്കരുത്, മതിച്ചു പൊളയ്ക്കാന്ന് വാക്കി. അത് മഹാപാപമാണ്, അഹങ്കാരമാണ്. ഇവിടെ ഒരു ചോറ് പോലും കളയല്ല കേട്ടോ. അവസാനത്തെ അപ്പവും ശേഖരിക്കാനാണ് കർത്താവ്. അപ്പം നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും, മറുവശത്ത് കുറേ പേര് മതിച്ചു പൊളയ്ക്കും. മറുവശത്ത് ദൈവവേദനയുടെ സാമ്പത്തിക പ്രതിസന്ധി വന്നു. ഉപജീവന ചിന്തകളാലുള്ള ഭാരം. ഒരു വശത്ത് ആവശ്യമില്ലാത്ത ലക്ഷറി, ആവശ്യമില്ലാത്ത തീൻ പൊളപ്പ്. മറുവശത്തില്ല. അതെന്തായിത്തീരും, ഇതെന്തായിത്തീരും. മോടെ കല്യാണങ്ങൾ നടക്കും, മോൻ്റെ കല്യാണം. അതേലൊന്നും ഭാരപ്പെട്ട കർത്താവിൻ്റെ വരവ് കൈവിടപ്പെടരുത്. നടന്നില്ലേ സ്തോത്രം. ആ കാര്യം നടന്നില്ലേ സ്തോത്രം. ഉപജീവന ചിന്തകൾ ഈ ലോകത്തിലെ ഭാരങ്ങൾ പിടിക്കും കുറെ കൂട്ടരെ. രണ്ടും സംഭവിക്കാം. ഭാരപ്പെട്ടിട്ട് ആ ദിവസങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു കണി എന്ന് പറഞ്ഞാൽ എന്നാ, ഈ എലിക്കണി പോലെ കണിയായിത്തീരും. മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ പോകണ്ടേ, കാലെ പിടിച്ച് വലിക്കും. അതുകൊണ്ട് ഈ ലോകത്തിലെ പ്രശ്നങ്ങളും നിങ്ങളുടെ കാലെ പിടിച്ച് വലിക്കരുത്. ഈ ലോകത്തിലെ സമൃദ്ധി
എങ്ങനെയെങ്കിലും 10 പേരെ തട്ടിച്ച് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കരുത്. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ബിസിനസ്സിന് ദൈവം അനുഗ്രഹിക്കും. ആ കിട്ടുന്നതിൽ നിന്ന് ദൈവവേലയിൽ കൊടുക്കണം. ആ കിട്ടുന്നതിൽ നിന്ന് പാവങ്ങൾക്ക് കൊടുക്കണം. നമ്മുടെ രാഷ്ട്രത്തെ സേവിക്കണം. ടാക്സ് കൊടുക്കണം. ടാക്സ് വെട്ടിക്കരുത്. കർത്താവേ സ്തോത്രം. ഒരു നല്ല ക്രിസ്തു വിശ്വാസി നല്ല പൗരനായിരിക്കും. യേശുവിനെ അറിഞ്ഞ ഒരാൾ ഒരിക്കലും ഒരു രാഷ്ട്രത്തിനെതിരെ നിൽക്കുന്ന തീവ്രവാദ ചിന്താഗതികളിൽ പെടത്തില്ല. കാരണം വചനം പറയുന്നത് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അതാ ഞാൻ പിന്നെയും നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, നമ്മുടെ മുഖ്യമന്ത്രി പിണറായിജി, നമ്മുടെ ലോക്കൽ എൻ്റെ പഞ്ചായത്ത് മെമ്പർക്ക് വേണ്ടി വരെ ഞാൻ പ്രാർത്ഥിക്കും. നമ്മുടെ രാഷ്ട്രം സമാധാനത്തിൽ കൊള്ളും. ഈ രാജ്യത്ത് നിന്നുകൊണ്ട് വേറൊരു രാജ്യത്തിന് വേണ്ടി പറയരുത്. പക്ഷെ എല്ലാ രാഷ്ട്രങ്ങളെയും നമ്മൾ സ്നേഹിക്കും. മനുഷ്യരെന്ന നിലയിൽ എല്ലാ രാഷ്ട്രങ്ങളെയും സ്നേഹിക്കണം. പക്ഷെ എൻ്റെ രാജ്യത്തോടായിരിക്കും എനിക്ക് കൂറ്. അവിടെ പൗലൂസ് പറഞ്ഞത്, അവിടെ കർത്താവ് പറഞ്ഞത്, കർത്താവിന് കൂറുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണല്ലോ ടാക്സ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുകയും ദൈവത്തിനുള്ളത് ദൈവത്തിനോട് എന്ന് പറഞ്ഞാൽ നിന്റെ ഭൗതികതയിൽ രാജ്യത്തിന് കൊടുക്കേണ്ട രാജ്യത്തും നീ അനുഭവിക്കാനെന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ തന്നെ നീ ദൈവത്തിനുള്ളവന് നിന്റെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കാനും കൂടെ ഒരർത്ഥമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ നമ്മുടെ വചനം പാറമേൽ പണിയുന്നതും മണലിന്മേൽ പണിയുന്നതും. ഈ വചനം ഞാൻ തുടർന്നോളാം. ഒരു പക്ഷേ നാളെ PG വർഗീസ് അങ്കിളുമായി ഈ വഴിക്ക് അദ്ദേഹം വന്ന് ഞങ്ങൾ ഒന്നിച്ചൊരു ടൈം കർത്താവിന് വെച്ചാൽ 1-2 മണിക്കൂറുണ്ടെങ്കിൽ PG വർഗീസ് അങ്കിള് നാളെ അണ്ടർ ദ വിങ്സിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കും. ഇന്നലെ അണ്ടർ ദ വിങ്സ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വർഗീസ് ബ്രദർ സൂമിൽ ജോയിൻ ചെയ്തായിരുന്നു. നമ്മുടെ ഡയോസിസ് പാസ്റ്റേഴ്സും തങ്കു ബ്രദർ സൂമിൽ വന്നു. എല്ലാവരും തമ്മിൽ ആദ്യ സ്നേഹം. നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇച്ചിരി സ്നേഹക്കുറവും ഒക്കെ വരാം. സ്നേഹക്കുറവല്ല, എന്നാൽ ഇന്നലെ എല്ലാവരും തമ്മിൽ ആ വിശുദ്ധ ആലിംഗനം ചെയ്ത് പ്രാർത്ഥിച്ച് പൊട്ടിക്കരഞ്ഞ് കൈകോർത്ത് പ്രാർത്ഥിച്ചു. ഉണർവിൻ്റെ അടുത്ത ആത്മീയ സഹോദരങ്ങളെ, നമ്മുടെ വിനു ബ്രദർ അവിടെ ഒരു വീട്ടിൽ 14 വർഷം ഭ്രാന്തായിരുന്ന വ്യക്തി തിരുവനന്തപുരത്തിന് അടുത്ത് ആ നമ്മുടെ ഇടയിലുണ്ടായ ആത്മീയ ഉണർവിൽ, സ്നേഹത്തിൻ്റെ ഉണർവിൽ 1 മാസമായിട്ട് കുളിക്കാതെ നാറ്റം വമിച്ച വ്യക്തി ഒന്ന് ആലിംഗനം ചെയ്തപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു. സുബോധം വന്നു. മുടിവെട്ടി മുറിക്കകത്ത് കയറിയിരുന്നയാൾ ഫ്രീ ആയി. അദ്ദേഹത്തിന് ജോലിയും കൂടെ കിട്ടി. എന്തോ മിറക്കിളായി സംഭവിക്കുന്നു. യേശു വന്നത് മതം സ്ഥാപിക്കാനല്ല, വീടുകളെ സ്വർഗമാക്കാനും സ്വർഗം വീടാക്കി തരാനും. നിങ്ങളുടെ വീട് സ്വർഗമാവും. നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമാവും. ഒരു പുരുഷന് ഒരു ഭാര്യ, അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം ഭർത്താവും ഭാര്യയുമായുള്ള ബന്ധം. സ്ത്രീ പുരുഷൻ്റെ ഒരു ഉപകരണമല്ല. നെവർ. അവർക്ക് ഏറ്റവും വില കൽപ്പിക്കണം. അവരെ സ്നേഹിക്കണം. ഒരു ഭാര്യയും ഭർത്താവും ഉറ്റു സ്നേഹിക്കണം, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പം ഇത് ഞാൻ ഇന്ന് രാവിലെ റൈസൻ ഷൈനിൽ കൂടിയ പെൺകുഞ്ഞുങ്ങളോട് പറഞ്ഞു. ഏറ്റവും പ്രധാനം, നിങ്ങൾ പഠിക്കണം, നിങ്ങളവിടെ ജോലി മേടിക്കണം. ഇന്നത്തെ കാലത്ത് ജോലിയൊക്കെ വേണം. പക്ഷേ ഏറ്റവും പ്രധാനമായത് സ്ത്രീകളെ ദൈവം സൃഷ്ടിച്ചതൊരു വീട് പണിയാനാണ്. തങ്കു ബ്രദർ എല്ലാ വിവാഹത്തിനും പറയും. എഫേസ് ലേഖനത്തിലായാലും പത്രോസിൻ്റെ ലേഖനത്തിലും അതുപോലെ തീത്തോസിൻ്റെ ലേഖനത്തിലുമാണ് കുടുംബങ്ങളോട്, ഭാര്യമാരെ ഭർത്താക്കന്മാരെ എന്ന് സംസാരിക്കുന്ന 3 ഭാഗങ്ങൾ. അവിടെയെല്ലാം ഭാര്യമാരോടാണ് ആദ്യം പറയുക. അപ്പം തങ്കു ബ്രദർ പറയും അങ്ങനെ അതിനൊരു കാരണമുണ്ട്. ആദ്യം ഭാര്യമാരെ എന്ന് വിളിക്കാൻ കാരണം ഒരു കുടുംബം കെട്ടുപണി, സമൂഹത്തിൻ്റെ പണി. ഒരു പുരുഷനെ ദൈവം ഒരു പ്രൊഫഷണലായിട്ടാണ് സൃഷ്ടിച്ചത്. തങ്കു ബ്രദർ പറയും ആൺപിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ നോക്കി എല്ലാം ജോലിയായിട്ട് ബന്ധപ്പെട്ടതാണ്. തോക്ക് വെച്ച് ഡിഷും വെക്കുക,
ഡ്രോന്ന് വണ്ടി ഓടിക്കുക, അവനതാ. എന്നാലൊരു പെൺകുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ നോക്കി, എല്ലാം വീടുമായിട്ട് ബന്ധപ്പെട്ടത്. എൻ്റെ കൊച്ചുമോള്, സ്കസിയയുടെ മോള്, ഇപ്പം തന്നെ അവൾ അമ്മയായിരിക്കുക. പാവേ, അവൾ സാരിയൊക്കെ ചുറ്റി അതിന് പാല് കൊടുക്കുക. അവളിലൊരു അമ്മയുണ്ട്, ഒരു ഭാര്യയുണ്ട്. കഞ്ഞിയും കറിയും കളിക്കുക. ആൺപിള്ളേരുടെ കയ്യിലോട്ട് അതെടുത്താൽ വലിച്ചെറിഞ്ഞിട്ട് അവൻ ഡിഷ് എന്ന് അല്ലെ സ്ക്രൂ ഡ്രൈവർ വെച്ച് അപ്പൻ്റെ ലാപ്ടോപ്പ് അഴിച്ചു പറക്കാനോ എന്തെങ്കിലും നോക്കും. അവൻ പ്രൊഫഷണലാണ്. അപ്പം ഈ ലോകത്തെ പണിയാൻ, പ്രൊഫഷനാകാൻ, വീട്ടിലെ എന്താ പറയുന്നത്, ബ്രെഡ് വിന്നറായി സ്ത്രീയും ചെയ്യാം. സ്ത്രീ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ബിസിനസ്സുകൾ, ജോലി ഇന്നത്തെ കാലത്ത് ചെയ്യേണ്ടി വരാം. പക്ഷേ അവളുടെ പ്രധാന വിളി, നിങ്ങൾ വിദേശത്തൊക്കെ എന്നെ കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, നിങ്ങളുടെ മെയിൻ വിളി ഒരു വീട് കെട്ടുപണിയുക. ആ കുടുംബം എന്ന കൺസെപ്റ്റിനെ തകർക്കാൻ പിശാചിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭാരതീയ പശ്ചാത്തലത്തിലും പാതിവൃത്യമുള്ള ഭാര്യ അതുപോലെ ഇസ്ലാമിക കുടുംബങ്ങളിലും ഒക്കെ, എനിക്ക് എല്ലാ കുടുംബങ്ങളുടെയും കാര്യം അറിയത്തില്ല, വീട് കൂടുതൽ നോക്കുന്ന സ്ത്രീ സങ്കല്പങ്ങൾ, ഭാരതീയ ചിന്താഗതികളല്ല, പ്രത്യേകിച്ച് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ. എന്നാലും ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ കൂടുക. ആണ് പെണ്ണിനെ കെട്ടണം തന്നെ, ആണും കൂടെ കെട്ടിയ തന്നെ, പെണ്ണിനെ കെട്ടിയ തന്നെ, ലിവിങ് ടുഗദർ ആയ തന്നെ കുഴപ്പം. പിള്ളേരുണ്ട്. അപ്പം പെൺകുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചെന്ന്, എന്തിനാ വെറുതെ ഞാൻ 10 മാസം ഇതിനെയും ചുമന്ന് പിന്നെ അതിനെയും വളർത്തി എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ പോരെ. അപ്പോളേ നമുക്ക് പ്രായമാകുകയെ, വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന പ്രായത്തിൽ നമ്മളെ ആരാ നോക്കണ്ടേ? അത് വല്ലവരുടെയും കൊച്ചുങ്ങളോ നമ്മളെ നോക്കിക്കോണം. ഓൾഡ് ഏജ് ഹോമിൽ അവർ പറയാം ഞങ്ങൾക്കിപ്പോൾ സൗകര്യമില്ലല്ലോ. ഈ വചനത്തിന്മേൽ പണിയണം, മണലിന്മേൽ പണിയരുത്. മണലെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അഭിപ്രായം. അതാണ് ഇന്നത്തെ ടൈറ്റിൽ. ഇതെല്ലാം മനുഷ്യൻ്റെ അഭിപ്രായം. മനുഷ്യൻ്റെ വചനവിരുദ്ധമായ മാനുഷിക അഭിപ്രായങ്ങൾ മുഴുവൻ പിശാചിൻ്റെ അഭിപ്രായം. അതാണ് ആ വചനം. കർത്താവിന് വെച്ചാൽ നാളെ PG അങ്കിളുമായിട്ടുള്ള എപ്പിസോഡ് ആയിരിക്കും, തിങ്കളാഴ്ച തുടരാം. ദൈവവചന വിരുദ്ധമായ, ദൈവവചനത്തിന് നിരക്കാത്ത നിലയിൽ എത്ര വലിയ സയൻറ്റിസ്റ്റ് എന്നാ പറഞ്ഞാലും, അത് എത്ര വലിയ മതനേതാവ് പറഞ്ഞാലും, എത്ര വലിയ രാഷ്ട്രീയ നേതാവ് പറഞ്ഞാലും, ഈ വചനത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പൈശാചികമാണ്. അതുകൊണ്ടാണ് പത്രോസ് ദൈവ പദ്ധതിക്ക് നിരക്കാത്ത ഒരു കാര്യം പറഞ്ഞപ്പോൾ യേശു തിരിഞ്ഞിട്ട്, പോ സാത്താനെ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതത്രേ കരുതാണ്ട്. അപ്പൊ സാത്താന്റെ ചിന്ത മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദിക്കുന്നത് സാത്താന്റെ ചിന്തയാണ്, ദൈവികമല്ലാത്തതല്ല. അപ്പം ഞാനിന്ന് സൂമിൽ കൂടിയ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കല്യാണം എന്തിനാ, പിള്ളേരെ വളർത്തുന്നതിനും വചനം പറയുന്നത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകട്ടെന്ന വചനം. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഈ ദിവസങ്ങൾ കല്യാണം കഴിപ്പിച്ച് ഒടുവിൽ വരനെയും അതിനെ ആശീർവദിക്കുമ്പോൾ നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ എന്നുള്ള വചനം പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയാം, മേശയുടെ വലിപ്പം നിങ്ങൾ തീരുമാനിച്ചോണം, അല്ല വലിയ മേശ തന്നെ ആയിക്കോട്ടെ. യൗവനത്തിലെ മക്കൾ ആ പടയാളിയുടെ കയ്യിലെ അമ്പുകൾ പോലെ ചെന്ന് കൊള്ളുന്നു. അയ്യോ, ഇത്രയും പിള്ളേരുണ്ട്, ഇതിനെല്ലാം ചെലവിന് കൊടുക്കണ്ടേ, ഇതിനെല്ലാം കെട്ടിക്കുമ്പോൾ പൈസ ആകുകയല്ലേ, ഓരോ കണക്കൂട്ടൽ നോക്കണേ. നമ്മുടെ നാട്ടുകാർ പറയും, വാ കീറിയ ദൈവം ഏരയും തരുമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, അത് ഒരു കാത്തലിക് ചാനലിൽ ഒരു ദൈവദാസം പറയുന്ന കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. മാൽത്തൂസ് പാതിരി എന്ന് പറയുന്നയാൾ പാതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചു, മനുഷ്യരിങ്ങനെ പെരുകിയാൽ മനുഷ്യന് എവിടുന്ന് ആഹാരം കിട്ടും, അങ്ങനെ കുടുംബാസൂത്രണം ചെയ്യണം. നാം 2, നമുക്ക് 2, പിന്നെ അത് നാം 2, നമുക്കൊന്ന്, നാം 2 നമുക്ക് ആരുമില്ലെങ്കിലും വേണ്ടുക എന്നുള്ള പരുവായി. അകത്ത് വന്ന കുഞ്ഞിനെ ഗർഭഛിദ്രം ചെയ്യുക, കൊല്ലുക, കൊലപാതകം. ഗർഭഛിദ്രം കൊലപാതകമാണ്. നിങ്ങൾ
വിവാഹിതർ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നു. കർത്താവ് തന്ന കുഞ്ഞ് അത് എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ, അല്ലെ സഹോദരിമാർ എൻ്റെ ഉദരത്തിൽ പൂർണ്ണ വളർച്ചയും നല്ലൊരു കുഞ്ഞ് വരട്ടെ. കൈവച്ച് പ്രാർത്ഥിക്കണം ആ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് ആത്മാവിലായെന്ന് യോഹന്നാൻ സ്നാപകന്റെ സംഭവത്തിൽ നമുക്കറിയരുത്. നല്ലത് പറയണം, പാരമ്പര്യ ശാപങ്ങളെ ശാസിക്കണം. നിങ്ങൾക്ക് നല്ല മക്കളും നല്ല തലമുറ ഉണ്ടാവും. കുഞ്ഞുങ്ങളില്ലാത്തവർ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ അവർക്കുണ്ടാകട്ടെ. എല്ലാ ഈ അകത്തുണ്ടാകുന്നത് അബോർട്ടഡായി പോകുന്ന ദുഷ്ടബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. മനുഷ്യന്റെ അഭിപ്രായമാണ് മണൽ. ആ വാക്യം ഞാൻ വായിക്കാൻ പോവാ. മാൽത്തൂസൻ എന്ന് പറയുന്ന ആ പാതിരി മനുഷ്യ അഭിപ്രായം കൊണ്ടുവന്നു. അത് പൈശാചിക, വചനവിരുദ്ധമായതുകൊണ്ട് അത് പൈശാചികമാണ്. ഇപ്പം പറയുന്ന തന്നെ മനുഷ്യർ പെരുകി. അപ്പോൾ ദൈവം കൃഷിയെ അനുഗ്രഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വന്നു. ശാസ്ത്രജ്ഞന്മാർക്ക് കൃപ കൊടുത്തു. 10 വിളവ് കിട്ടിക്കൊണ്ടിരുമ്പോൾ 40, 50 വിളവായി. സംഭവിച്ച എന്നാ? ഇഷ്ടംപോലെ ഫുഡുണ്ട്. ഈ ഭൂമിയിലുള്ള മുഴുവൻ പേർക്കും കഴിയാനും ശേഷിപ്പിക്കാൻ ഫുഡുണ്ട്. പക്ഷെ ചില രാഷ്ട്രങ്ങളിലില്ല. ചില രാഷ്ട്രങ്ങളെടുത്ത് കടലിൽ കളയുന്നു. മനുഷ്യന്റെ മനസ്സ് മാറിയാൽ ഇന്നും ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ വാകീറിയ ദൈവം എല്ലാവർക്കും ഇര കൊടുക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്, വയലിലെ ആകാശത്തിലെ പറവകളെ നോക്കി, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിൻ്റെ കാര്യം പോലും ഞാൻ നോക്കുന്ന ആളാ. ആ സത്യദൈവമാ മനുഷ്യനായിട്ട് ഇവിടെ വന്ന യേശു ക്രിസ്തു. എൻ്റെ പിതാവ് അവയെ പരിപാലിക്കും. ഞാനും പിതാവ് ഒന്നാന്ന് പറഞ്ഞു. ഇതൊന്ന് വെളിപ്പെടട്ടെ എല്ലാവർക്കും. യേശു ക്രിസ്ത്യാനിയുടെ ദേവനല്ല. എല്ലാ മതങ്ങൾക്കും എല്ലാവർക്കും ഒറ്റ ദൈവമുള്ള ആ ദൈവം മനുഷ്യനായിട്ട് വന്ന ആ താൻ ആരാ സ്നേഹമാണെന്ന് കാണിക്കാൻ വന്നാന്ന് പിടികിട്ടട്ടെ. ആ യേശു ക്രിസ്തു പറഞ്ഞ വചനമാണ് ഇന്ന് ഞാൻ തുടങ്ങുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ. മത്തായി 5, 6, 7 എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണമാണ്. ഗിരിപ്രഭാഷണത്തിലെ യേശുവിൻ്റെ ഉപദേശം ഗാന്ധിജി എടുത്തതുകൊണ്ടാണ് അക്രമരാഹിത്യം, സായിപ്പിനെ ഒരു വെടിയും വെക്കാതെ യുദ്ധം ചെയ്യാതെ ക്ഷമയിലൂടെ സഹനത്തിലൂടെ രാജ്യത്തിൻ്റെ ഫ്രീഡം എടുത്തു. ആ യേശുവിൻ്റെ മാർഗം, യേശു കാണിച്ചു കൊടുത്ത ദൈവരാജ്യ സമൂഹത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പുതിയ മാനവികത, ക്ഷമ കൊണ്ട് നേടുന്ന ഒരു മാനവികത ഗാന്ധിജിക്ക് പിടികിട്ടി. അങ്ങനെ 5 അധ്യായം തുടങ്ങുന്ന അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അപ്പോൾ പുരുഷാരങ്ങളുമുണ്ട്, ശിഷ്യരുമുണ്ട്. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്നാൽ അങ്ങനെ ഉപദേശിച്ച് 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം. 7-ാം അധ്യായം കഴിഞ്ഞ് 8-ാം അധ്യായം തുടങ്ങുന്ന അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ എന്ന. അത്രയും നേരം മലയിലായിരുന്നു. അതിൻ്റെ ഒടുവിൽ ആ ഉപദേശം തീരുന്ന വാക്യങ്ങളൊന്ന് വായിക്കുക. 24-ാം വാക്യം മുതൽ 7-ന്റെ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. നമ്മളെല്ലാം പെര പണിയുമ്പം അപ്പോൾ മണൽ മാറ്റിയിട്ട്, മണ്ണ് മാറ്റിയിട്ട് ഉറപ്പുള്ള പാറയിലെ പണിയെത്തും. എൻ്റെ വാക്കുകൾ, എൻ്റെ വചനങ്ങൾ, എൻ്റെ ഐഡിയാസിൽ നിങ്ങളുടെ ജീവിതം പണിതോ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരും ആയിക്കട്ടെ, ഈ യേശു ക്രിസ്തു പറഞ്ഞ പോലെ ജീവിതം പണിതോ, നിങ്ങളുടെ ഈ ലോകത്തിലെ ഭവനം, കുടുംബജീവിതം തകർത്തില്ല, നിങ്ങളുടെ വ്യക്തി ജീവിതം തകർത്തില്ല. കർത്താവിൻ്റെ വരവിൽ ഏറ്റവും വലിയ തിരമാലയും കൊടുങ്കാറ്റും പോലെ ലോകം നശിക്കുമല്ലോ, അവിടെ നിങ്ങൾ ഈ ലോകത്തോടുകൂടെ നശിക്കത്തില്ല. നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും. എന്നിട്ട് പറഞ്ഞു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാണ്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറേ ഒരു വീട് ഒരാൾ പണിതു, പെട്ടെന്ന് പണി തീർന്നു.
അടിത്തറയിട്ടില്ല. ആ പൈസ കൂടെ ഇൻറ്റീരിയറിനൊക്കെ മുടക്കി കാണും, അടിപൊളി ക്ലാഡിങ്ങൊക്കെ വെച്ച്. നാട്ടുകാർ കണ്ടാൽ ഈ വീട് അടിപൊളി, മറ്റേ പാറമേൽ പണിത് ചിലപ്പോൾ ചുവ കംപ്ലീറ്റ് ആയി കാണത്തില്ലായിരിക്കും, പെയിൻറ്റിങ്ങൊക്കെ നടക്കാൻ കിടക്കുകയായിരിക്കും, അത്ര ഭംഗിയില്ലായിരുന്നു. പക്ഷേ സുനാമി പോയി അപ്പുറം കടന്നു കഴിഞ്ഞപ്പോൾ പാറമേൽ പണിത വീട് അവിടെ നിൽപ്പുണ്ട്, മറ്റേടത്ത് വീടുണ്ടെന്ന് പോലും ഇപ്പോൾ അറിയാൻ മേല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാവും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വീടൊക്കെ തകർന്നു പോയനെ കേട്ടോ. നമുക്ക് വചനമില്ലായിരുന്നു. 84 ഈ പുസ്തകം തുറന്ന, അതിനു മുമ്പ് ഇവിടെ ഈ പുസ്തകം ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഒരു അലമാരിയിൽ ഞങ്ങളാരും എടുക്കത്തില്ല. അന്ന് നശിച്ച് സഹോദരിമാർ രോഗികളായി, ഫാദർ രോഗിയായി, അമ്മ രോഗിയായി, അപ്പച്ചൻ തളർന്നു കിടക്കുന്ന, ഞങ്ങളുടെ ബിസിനസ് എല്ലാം തകർന്ന്, സമാധാനമില്ലാതെ, എൻ്റെ ജീവിതം മധ്യത്തിലെല്ലാം എൻ്റെ ജീവിതവും തകർന്ന്, ഒരു പത്രത്തിലൊരു വാർത്തയായി ഞങ്ങളുടെ വീട് അവസാനിച്ചതെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഈ വചനത്തിന്മേൽ പണിതു. യേശുവാകുന്ന വചനം ഇന്ന് ഈ വീട് നിൽക്കുമ്പോൾ ഞാൻ ആ പെൺകുട്ടികളോട് പറഞ്ഞു ഇന്ന് രാവിലെ, മക്കളെ കാനഡയിൽ പഠിച്ചോ, ഒക്കെ ചെയ്തോ, ജോലി കിട്ടിക്കട്ടെ, പക്ഷെ നിങ്ങളുടെ പ്രധാന വിളി തങ്കോങ്ങൾ പറയുന്ന പോലെ ഒരു കുടുംബം കിട്ടുപടിക്കുക. ഒരു പെൺകുട്ടിക്കാണ് ഞാൻ ഈ വീട്ടിൽ 2 ദിവസം ഇല്ലെങ്കിൽ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട്. പക്ഷെ നീന അരമണിക്കൂർ ഇവിടെ ഇല്ലെങ്കിൽ ആകെ കയോസ. അതെവിടെ വെച്ചു, ഇതെവിടെ വെച്ചു, അല്ലേ? ഒരമ്മയാണ്. പെൺകുട്ടികളെ, നിങ്ങളെ ദൈവം വിളിച്ചത് കുടുംബം പണിയാനാണ്. ഞാൻ വിവാഹങ്ങൾക്ക് അല്പം സരസ്വരൂപത്തിൽ പറയും. ഇപ്പോഴത്തെ നമ്മുടെ വീടുകളുടെ പ്രശ്നം വൈഫൈയുടെ സ്പീഡ് കൂടാത്തതല്ല, നല്ല പ്രാർത്ഥിക്കുന്ന വൈഫുമാരില്ലാത്തതാണ്. നിങ്ങൾ ഏത് സഭയപ്പെട്ട ക്രൈസ്തവ വീടുകൾ നോക്കിക്കുക, പ്രാർത്ഥിക്കുന്ന ചില അമ്മച്ചിമാരിങ്ങനെ തലേ തുണിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അമ്മച്ചിക്ക് പ്രാർത്ഥിക്കാനേ വേണേൽ അമ്മച്ചിക്ക് ഇവിടെ തട്ടിയിട്ടും കൂടെ പിള്ളേരും കൊണ്ട് ഇങ്ങോട്ട് ഓടിയ വീടുകളുണ്ട്. പക്ഷെ പ്രാർത്ഥിച്ച അമ്മച്ചിമാരുള്ള ഒറ്റ വീടും തകർന്നില്ല. ഗർഭം ധരിക്കണമെങ്കിൽ, അത് കൊണ്ട് നടക്കണമെങ്കിൽ, ആ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ കഷ്ടപ്പാടുണ്ടെന്നേ. പാറമേൽ അടിത്തറയിടുന്ന ഇച്ചിരി കഷ്ടപ്പാടുണ്ടെന്നേ. മണ്ണൊക്കെ മാന്തണം, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ തകരത്തില്ല. മനുഷ്യൻ്റെ ഞാൻ ഒരിക്കൽ കർത്താവിൻ്റെ ചോദിച്ചു, കർത്താവ് പാറ നിന്റെ വചനമാണെങ്കിൽ മണൽ എന്താണ്? ആ ശബ്ദം ഇന്നും എൻ്റെ കാതിൽ മുടങ്ങിക്കൊണ്ടാണ് ഈ ഒരു വചനം എടുക്കുന്നത്. കർത്താവിൻ്റെ അകത്ത് പറഞ്ഞ, മോനെ, മണല് മനുഷ്യൻ്റെ അഭിപ്രായമാണ്, പാറ ഞാനാണ്, എൻ്റെ വചനമാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ദൈവിക വെളിപ്പാടാണ്, അതിന്മേലെ പണിയാവുള്ളൂ. മനുഷ്യൻ്റെ അഭിപ്രായം പലത് വരും. പെണ്ണ് കെട്ടണ്ട, കൊച്ചുണ്ടാകണ്ട, 2 മതി, 1 മതി കൊച്ച്. ഇപ്പം ചൈനക്കാർ പറയുകയാണ്, ചൈനയിലെ മുഴുവൻ എന്തു പറ്റി, കുഞ്ഞുങ്ങളുണ്ടാകാറുണ്ട്. ഇന്ന് അവിടെ ഉള്ളവർ മുഴുവൻ ഒരു ഏജിന് മുകളിലുള്ളവരാ, ഫുൾ പെർസെൻറ്റേജ്. പക്ഷേ ദ യങ്ങസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഇന്ത്യ, യുവാക്കൾ ഏറ്റവും കൂടുതലുള്ളത്. ഇന്ന് ചൈന പതറി നിൽക്കുക. അവർ ഭയങ്കര സാമ്പത്തിക ശക്തിയായിട്ടൊക്കെ വന്നു, പക്ഷെ അത് കൊണ്ടു നടക്കാൻ യൂത്തില്ല. വചനം തെറ്റത്തില്ല പ്രിയരെ. ഇന്നിപ്പോൾ ചൈന പറയുകയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നുള്ള കൺട്രോളൊക്കെ വിട്ട്. ഇപ്പം ചൈനയെ മറിച്ചു വെച്ച് ഇന്ത്യ 140 കോടിയായെങ്കിൽ, അപ്പോൾ തന്നെ ഈ 140 കോടിയും യേശുവിൻ്റെ സ്നേഹവും ഈ സത്യങ്ങൾ അറിയണ്ടേ? 800 കോടിയും അറിയണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവാണ് ലോകരക്ഷകൻ. ഈ ലോകം അനുഗ്രഹിക്കപ്പെട്ടു പോകണോ? യേശു പറഞ്ഞ വാക്കുകൾ എടുത്ത്. സ്വർഗത്തിൽ പോകണോ? യേശുവിനെ സ്വീകരിച്ച്. മണലെ കൊണ്ട് പണിയാതെ. മണലെ കണ്ടതായാലും എളുപ്പം പണി തീരും കേട്ടോ. പക്ഷേ കൊടുങ്കാറ്റിൽ അത് നിൽക്കത്തില്ല. അല്ല, അടിത്തറയുള്ള കുടുംബജീവിതങ്ങൾ, അടിത്തറയുള്ള സഭകൾ, ദൈവവചനത്തിലും കർത്താവിലും ചേർത്ത് പണിയപ്പെടുന്ന സഭകൾ, അപ്പോസ്തോലിക അടിത്തറ വേണം. യേശുക്രിസ്തു എന്ന മൂലക്കല്ലും അപ്പോസ്തലന്മാരെന്ന അടിത്തറയുടെ മേൽ, അപ്പോസ്തലൻ പറഞ്ഞാൽ അപ്പോസ്തോലിക വചനങ്ങളാകുന്ന അടിത്തറമേൽ ഒന്ന് പണിതേ. സഭയിൽ പോകണം കേട്ടോ, വചനം കേൾക്കണം, ഒന്നിച്ച് പണിയപ്പെടണം. തകരത്തില്ല. ഏത് പ്രതിസന്ധി വരട്ടെ, പ്രതിസന്ധികൾ വരാം,
അപ്പോൾ തന്നെ കർത്താവിൻ്റെ വരവാകുന്ന വലിയ തിരമാല വരുമ്പോൾ നീ നിൽക്കുമോ? പണത്തിൻ്റെ പുറകെ ഓടരുത്, പണം നിന്റെ പുറകെ വരും. പണം ഇല്ലെന്ന് പറഞ്ഞ് ആകുലചിന്തപ്പെട്ട് നിരാശക്കയത്തിൽ പോകരുത്. ഇല്ലെങ്കിൽ സ്തോത്രം ചെയ്തു, കാക്ക അയച്ച ആഹാരം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ആദ്യം കർത്താവെ, ഇതിൻ്റെ തുടക്കത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വാനമുകളിൽ ദൂതർ സംഘമായി കർത്താവ് വരുമ്പോൾ ഉപജീവന ചിന്തകളാലും ഒരു വശത്ത് ഉപജീവന ചിന്തയും, ഭാരങ്ങൾ എങ്ങനെ തീരും, മക്കളുടെ കാര്യം എന്താവും, ചിന്തകളിൽ പെട്ട് കർത്താവിൻ്റെ വരവിൻ്റെ ശബ്ദം കേൾക്കാതെ പോകരുത് കർത്താവ്. അതുപോലെ തന്നെ പണം കൂടിയിട്ട് തീൻപൊളപ്പും മതിപ്പിനകത്ത് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാതെ പോകരുത്. എൻ്റെ കർത്താവെ, നമ്മളെ ഒടുവിൽ കേൾപ്പിച്ചത് മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ ദൈവവചന വിരുദ്ധമാണെങ്കിൽ അത് പൈശാചികമാണെന്ന് തിരിച്ചറിഞ്ഞു. കുടുംബജീവിതം വേണ്ട, കുഞ്ഞുങ്ങളുണ്ടാകണ്ട, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പൈശാചിക ചിന്താഗതികളും വിട്ട് ഞങ്ങളുടെ പെൺകുട്ടികൾ അവർക്ക് നല്ല ജീവിത പങ്കാളികൾ ലഭിക്കട്ടെ. ഞങ്ങളുടെ ആൺകുട്ടികൾ നല്ല ജീവിത പങ്കാളികൾ ലഭിക്കട്ടെ. ഒരു കുടുംബം പണിയണം, വീട് പണിയണം എന്നുള്ള ചിന്ത കുഞ്ഞുങ്ങളിൽ വരട്ടെ. കർത്താവിനെ അറിഞ്ഞ കുടുംബങ്ങൾ, കുടുംബജീവിതങ്ങൾ, വീടുകൾ, മക്കളും അപ്പനും അമ്മയും ഒക്കെ ആയിട്ടുള്ള ഇടപാടുകൾ അത് മാതൃകയായി മറ്റുള്ളവർക്കും ഞങ്ങൾക്കും ഈ വീട് പോലെ ആകണമെന്ന് ആഗ്രഹം വരണം. ഇന്ന് കർത്താവെ, ഇത് സ്പോൺസർ ചെയ്ത ജോജി ബ്രദർ ദോഹയും സഹോദരിയും കുഞ്ഞുങ്ങളും ഒരു വിശ്വാസ കുടുംബമാണ്. അവരുടെ വീട് കാണുമ്പോൾ മലമേൽ പ്രകാശിച്ച ഒരു പട്ടണം പോലെ ഈ വീട് ഞങ്ങൾക്കും അങ്ങനെ ആകണമെന്ന് തോന്നുമാറ് ആ വീട് അനുഗ്രഹിക്കപ്പെടണം. ജോജി ബ്രദറെ ഗോഡ് ബ്ലെസ് യു. ഇന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഭാര്യയും ഭർത്താവുമായിട്ട് വഴക്കാണെങ്കിൽ ഇന്നൊന്ന് പ്രാർത്ഥിച്ച് വഴക്ക് നിർത്തി, കർത്താവേ, നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. മക്കൾ പിരിയും, സഹോദരങ്ങൾ വീട് വെച്ച് മാറും, അപ്പനും അമ്മയും വിട്ടുപോകും, ഒടുവിൽ കിളവനും കിളവിയെ കാണുള്ളൂ എന്ന് പറഞ്ഞു. ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ ഐക്യതയും സ്നേഹവും പ്രാർത്ഥനയും ഉള്ളിടത്ത് ഒന്നിനും കുറവ് വരത്തില്ല. അതുകൊണ്ട് തന്നെ അവരെ കലക്കാൻ പിശാച് നോക്കും. നിങ്ങൾ ബിസിനസ്സുകാരനാകാം, നിങ്ങളൊരു സുവിശേഷകനാകാം, അച്ഛനാകാം, പാസ്റ്ററാകാം. കുടുംബജീവിതമാണ് ആദ്യം ഇമ്പോർട്ടൻ്റ്, പിന്നെയുള്ള ശുശ്രൂഷ. സ്വന്തം കുടുംബത്തെ നന്നായി പോറ്റാത്തവൻ ദൈവസഭയെ അങ്ങനെ പരിപാലിക്കും. നിങ്ങളുടെ മക്കൾക്ക് കുടുംബജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കണം. ഒരു ജോലിയും കിട്ടി അങ്ങനെ അങ്ങ് പോവില്ല. ഈ ലോകം നിലനിൽക്കണമെങ്കിൽ വീടുകൾ വേണം, കുടുംബ സെറ്റപ്പ് വേണം. കർത്താവ് വീടിൻ്റെ ആളാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ഒരു വീട്ടിലാണ്. കർത്താവ് ശുശ്രൂഷ തുടങ്ങിയ ഒരു വീട്ടിലാണ്. ആ കർത്താവിലൂടെ സകല കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമെന്നാണ് അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം. കർത്താവ് പള്ളി പണിയാൻ വന്നയാളല്ല, കുടുംബം പണിയാൻ വന്നതാണ്. പള്ളിയിലെ തിരശ്ശീല കയറി ഇനി ഞാൻ ഇതിനകത്തിരിക്കുന്നില്ല, വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞ് നേരെ മാളിക മുറിയിലേക്കാണ് പോയത്. മർക്കോസിൻ്റെ വീട്ടിലാണ് പിന്നെ കർത്താവ് ഇറങ്ങിയത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മക്കളെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ രോഗമായിട്ടിരിക്കുന്നവർ, വചനം പറയുന്നത് രോഗസൗഖ്യമാണ്, രോഗിയായിട്ടിരിക്കുന്നതല്ല. ആ ശ്വാസം മുട്ടൽ വിട്ടുമാറട്ടെ, ആർത്രൈറ്റിസ് വിട്ടുമാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ സ്തോത്രം. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവർ അതിനകത്ത് ആകുല ചിന്തപ്പെട്ടു പോകാതെ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ വഴികൾ തുറക്കുമല്ലോ. ആത്മഹത്യ ചിന്ത വരുന്ന ആരോ എന്നെ കേൾക്കും. മരിക്കരുത്, ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തി വർണ്ണിക്കും. ഭയപ്പെടരുത്. തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് അനുവദിച്ചാൽ നാളത്തെ എപ്പിസോഡിൽ PG വർഗീസ് അങ്കിളും ഞങ്ങളോട് അങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയാണ്. അദ്ദേഹം ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ വരുന്നുണ്ട്. പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും. തങ്കു ബ്രദർ UK അവിടുത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു വലിയ ഉണർവ് നടക്കുക, ഭയങ്കര സൗഖ്യങ്ങൾ, വിടുതലുകളൊക്കെ നടക്കുകയാണ്. അത് വർദ്ധിച്ചു പെരുകട്ടെ. നാളെ നമുക്ക് അണ്ടർ ദ വിങ്സിൽ ഇതേ സമയം കാണാം. ഇന്ന് വൈകിട്ട് ഇന്നർ ചേമ്പൽ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ വാനി സിസ്റ്ററും ശുശ്രൂഷിക്കും. രാവിലെ റൈസ് ആൻഡ് ഷൈനിൽ അടുത്ത അത്ഭുത സാക്ഷ്യം നാളെ ഉണ്ടായിരിക്കും. സോ നാളെ പകൽ വീണ്ടും കാണാം. വി ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.